ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് സ്കിൻ കെയർ പ്രൊഡക്ട്സ് കാണിച്ചു എന്നുള്ളതാണ്. ഒരു ഡെയിലി റൊട്ടൈൻ എന്ന നിലക്ക് നമുക്കിത് യൂസ് ചെയ്യാം. അങ്ങനെയുള്ള കുറച്ച് പ്രൊഡക്ട്സ് കാണിക്കാനാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഐ എം എ ബിഗിനർ, ദാറ്റ്സ് വൈ സം സ്റ്റാർട്ടിംഗ് ട്രബിൾ ഇഷ്യൂസ് ഫോർ മീ. സോ എല്ലാവരും അതൊക്കെ ക്ഷമിക്കുക, കണ്ടില്ല കേട്ടില്ല എന്നൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യുക. തുടക്കക്കാരെല്ലാവരും ഇങ്ങനെയാണല്ലോ, അതിനനുസരിച്ചിട്ടുള്ള ടെൻഷനും കാര്യങ്ങളൊക്കെ എനിക്കുണ്ട്. സോ എല്ലാവരും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഫേസ് വാഷ് തൊട്ട് സ്റ്റാർട്ട് ചെയ്യാം. അപ്പം ഞാനിപ്പം യൂസ് ചെയ്യുന്നത് ഗാർണിയറിൻ്റെ ഒരു ഫേസ് വാഷ് ആണ്. ഇത് അത്യാവശ്യം കൊള്ളാവുന്ന ഒരു ഫേസ് വാഷ് ആണ്. എൻ്റെ കോമ്പിനേഷൻ സ്കിൻ ആണ്, എനിക്കിത് ഭയങ്കര സ്യൂട്ടബിൾ ആണ്. കൊള്ളാം, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട്. നല്ലൊരു ഓവറോൾ പറയുവാണെങ്കിൽ നല്ലൊരു ഫേസ് വാഷ് തന്നെയാണ്. ഇതിന് മുന്നേ ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത് നേച്ചേഴ്സ് എന്ന് പറഞ്ഞ ഒരു ബ്രാൻഡിൻ്റെ ഒരു ഫേസ് വാഷ് ആണ്. ഇത് കുഴപ്പമില്ല, മീൻസ് ഇത് അപ്ലൈ ചെയ്തതിന് ശേഷം കഴുകിക്കളയും, നമ്മൾ വാഷ് ചെയ്യുമല്ലോ, അപ്പം ഭയങ്കര ആയിട്ട് നമ്മുടെ സ്കിന്ന് ഡ്രൈ ആവും. ആ ഒരു കാര്യത്തിൽ ഇതെനിക്ക് ഒട്ടും ഇഷ്ടമല്ല, ഈ ഒരു നേച്ചേഴ്സിൻ്റെ ഈ ഒരു ഫേസ് വാഷ്. പിന്നെ ഞാൻ യൂസ് ചെയ്തിട്ടുള്ള ഒരു ഫേസ് വാഷ് ആണ് സാലിസിനിമയുടെ ആൻറ്റി ആക്നെ ഫേസ് വാഷ്. ഇതിപ്പം ഒരുപാട് ആൾക്കാർ യൂസ് ചെയ്യുന്ന ഒന്നാണ്, ഒരുപാട് പേർക്ക് സ്യൂട്ടബിൾ ആണ്. ഡെർമക്കോടെ ഗൈസ്, ആക്ച്വലി ഇറ്റ്സ് നോട്ട് സ്യൂട്ട് ഫോർ മീ. ഇത് എന്താ പറയുക, ഇത് യൂസ് ചെയ്ത് കഴിയുമ്പോൾ എനിക്ക് പിമ്പിൾസ് വല്ലാണ്ട് വരിക, എന്താണെന്നറിയില്ല. ഇനി എന്തോ എനിക്കിത് യൂസ് ചെയ്യുമ്പോൾ ഭയങ്കരമായിട്ട് പിമ്പിൾ വരും. എൻ്റെ സ്കിൻ ടൈപ്പിന് ഇത് ഒട്ടും മാച്ച് അല്ല. ഫോർ മീ ഇറ്റ്സ് നോട്ട് സ്യൂട്ട് ഫോർ മൈ സ്കിൻ ടൈപ്പ്. ഒരുപാട് മിസ്റ്റേക്സ് ഉണ്ട്, എല്ലാവരും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക, അത് തന്നെ. പിന്നെ ഞാൻ യൂസ് ചെയ്യുന്നത് ക്ലെൻസർ ആണ്. ഇത് ആയുർ എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ മിൽക്ക് ക്ലെൻസർ മിൽക്കാണ്. ഓക്കെ, ക്ലെൻസിങ് മിൽക്ക്. ഓക്കെ, ഓൾ സ്കിൻ ടൈപ്പ് എന്നൊക്കെയാണ് ഇത് പറഞ്ഞിട്ടുള്ളത്. ഗൈസ്, ഇറ്റ്സ് നോട്ട് ഫോർ ഓൾ സ്കിൻ ടൈപ്പ്. ബിക്കോസ് ഇത് നമ്മളിത് ഒരു എമൗണ്ടിൽ കൂടുതൽ എടുക്കുകയാണെങ്കിൽ പിമ്പിൾസ് വരാൻ ചാൻസ് ഉണ്ടെന്നല്ല, പിമ്പിൾസ് ഡെഫിനറ്റ് ആയിട്ടും വരും. ഫസ്റ്റ് ടൈം അത് വാങ്ങിച്ച സമയത്ത് വാരി വലിച്ചങ്ങിട്ട് പിറ്റേന്ന് നോക്കുമ്പോൾ എവിടെ നിന്നില്ലാത്ത കുരുക്കൾ, എൻ്റെ പൊന്നൊന്നും പറയണ്ട. അപ്പം കുറച്ചായിട്ട് എടുക്കുക, കുറച്ചായിട്ട് എടുത്തിട്ട് യൂസ് ചെയ്യാം. മിൽക്ക് അലർജി ഉള്ളവർക്ക് ഇത് പറ്റൂല കേട്ടോ. ഞാനിത് എന്താ പറയുക ഇനി സജസ്റ്റ് ചെയ്യുന്നില്ല. അത് തന്നെ, കുഴപ്പമില്ല. അത് തന്നെ, സെറ്റാഫിലൊക്കെ മേടിക്കാനുള്ള ഒരു റേഞ്ചിൽ നമ്മൾ എത്തിയിട്ടില്ല. അതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനത്തെ എന്താ പറയുക ലോക്കൽ ബ്രാൻഡ്സ് ഒക്കെ മേടിച്ച് അഡ്ജസ്റ്റ് ചെയ്യുന്നത്. ദെൻ ഞാൻ യൂസ് ചെയ്യുന്നത് പോൺസിൻ്റെ ഒരു മോയ്സ്ചറൈസർ ആണ്. ഇതിപ്പോൾ ഒരുവിധം കുറേ ആൾക്കാർ യൂസ് ചെയ്യുന്ന ഒരു മോയ്സ്ചറൈസർ ആണ്. ഇതിൻ്റെ രണ്ടാമത്തെയാണ്. എന്താ പറയുക, ഇത് അടിപൊളിയാണ് ഗൈസ്. ഇറ്റ്സ് സോ വർക്ക് ഫോർ മീ. ഒരുപാട് ഗ്രാമർ മിസ്റ്റേക്ക് ഒക്കെ ഉണ്ടാവും, അത് നിങ്ങൾ മെയിൻ ചെയ്തിട്ട്. ഓക്കെ, എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട്. നല്ലൊരു മോയ്സ്ചറൈസർ ആണ്, എനിക്ക് വല്ലാണ്ട് ഇഷ്ടപ്പെട്ട്. എന്താ പറയുക, അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ എന്താ പറയുക, വല്ലാത്തൊരു ഗ്ലോ ആണ്. പോരാത്തതിന് ഇത് നോൺ സ്റ്റിക്കി ആണ്. എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട്. ഞാൻ എല്ലാവർക്കും വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്നു. എനിക്കറിയത്തില്ല, എല്ലാവർക്കും വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്നില്ല. നിങ്ങൾ യൂസ് ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് സൂട്ടബിൾ ആണെങ്കിൽ നിങ്ങൾ കണ്ടിന്യൂ ചെയ്യും, ഇല്ലെങ്കിൽ നിങ്ങളതവിടെ ഡ്രോപ്പ് ഔട്ട് ആക്കിക്കോ. ദെൻ ഞാൻ യൂസ് ചെയ്യുന്നത് എന്താ, ഇപ്പം ഇത് ഞാൻ മിഞ്ഞാന്നെങ്ങാണ്ടാണ് വാങ്ങിച്ചത്. മിഞ്ഞാന്നിൻ്റെ അതിന് മുന്നേന്നോ, അത് അപ്പം അങ്ങനെ വാങ്ങിച്ചത്. ഡാംഡോക്കിൻ്റെ ഒരു കാണുന്നുണ്ടോ, ഡാംഡോക്കിൻ്റെ ഒരു എന്താ സിറമാണ്. 2% സാലിസിലിക് ആസിഡ് വരുന്ന ഒരു ഫേസ് സിറം. ഫോർ മീ ഒരു 2-3 ദിവസത്തെ അഭിപ്രായം പറയണമല്ലോ. അങ്ങനെ വെച്ച് പറയുകയാണെങ്കിൽ കൊള്ളാം, അടിപൊളിയാണ്. എന്താ വെച്ചാൽ നല്ലൊരു ഗ്ലോ കിട്ടുന്നുണ്ട്. നമ്മുടെ സ്കിന്ന് ഭയങ്കര ജെന്യൂൻ റിവ്യൂ ആണ് ഗൈസ്. വല്ലാണ്ട് സോഫ്റ്റ് ആൻഡ് സ്മൂത്ത് ആക്കുന്നുണ്ട്. അതുകൊണ്ട് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട്. പോരാത്തിന് ഒരു നാച്ചുറൽ ആയിട്ടുള്ള ഒരു ഗ്ലോ ഇത് തരുന്നുണ്ട്. ഫോർ മീ ഇറ്റ്സ് സ്യൂട്ട്. ഓക്കെ, ദാറ്റ്സ് ഓൾ. അടിപൊളിയാണ്, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാൻ നിങ്ങൾക്ക് എന്താ പറയുക, നിങ്ങളുടെ സിറം ഒക്കെ അന്വേഷിച്ച് നടക്കുകയാണെങ്കിൽ ഇത് മേടിച്ചോ. അത് തന്നെ എൻ്റെ ഫസ്റ്റ് സിറമാണ്, എൻ്റെ ലൈഫിൽ ആദ്യമായിട്ട് വാങ്ങിച്ച സിറമാണിത്. ഓക്കെ, പിന്നെ നമുക്ക് ഈ ഒരു സീസൺ വെച്ച് നോക്കുമ്പോൾ മസ്റ്റ് ഹാവ് ആയിട്ട് വേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സൺസ്ക്രീൻ ആണ്. ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത് അപ്പോളോജിക്കയുടെ ഒരു സൺസ്ക്രീൻ ആണ്. ഇത് അടിപൊളി സൺസ്ക്രീൻ ആണ് ഗൈസ്. ഇതിന് മുന്നേ യൂസ് ചെയ്തിട്ടുള്ള ഫോക്സ് ടെയിൽ, അതുപോലെ തന്നെ എന്താ ലാക്മി. ഞാൻ ഫസ്റ്റ് ടൈം യൂസ് ചെയ്ത സൺസ്ക്രീൻ ആണ് ലാക്മി. ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ എത്രയോ ബെറ്റർ ആണ് ഗൈസ് അപ്പോളോജിക്കിന്റെ ഈ ഒരു ഡ്യൂയി സൺസ്ക്രീൻ. എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റുള്ള സൺസ്ക്രീൻ ഞാൻ യൂസ് ചെയ്യുമ്പോൾ എന്താ പറയുക, വെയിലൊക്കെ ഇറങ്ങുമ്പോൾ വല്ലാണ്ട് ബ്ലാക്ക് അടിക്കുമായിരുന്നു. ഇത് ഞാൻ യൂസ് ചെയ്യാൻ തുടങ്ങിയ പിന്നെ കമ്പാരിറ്റീവ്ലി മറ്റുള്ള സൺസ്ക്രീൻ വെച്ച് നോക്കുമ്പോൾ എനിക്ക് അത്രക്ക് അങ്ങോട്ട് ബ്ലാക്ക് അടിച്ചിട്ടില്ല. സത്യം ബല്ലി കളിച്ച് എന്താ ബാക്ക്ഗ്രൗണ്ട് നോയ്സസ് നിങ്ങൾ കേൾക്കുന്നുണ്ടോ? എന്താ അപ്പോൾ എന്താ പറയുക, ഈ സൺസ്ക്രീൻ അടിപൊളിയാണ്. ചേട്ടനെ വഴക്കുന്നുണ്ട്. എന്താ പറയുക, ഈ സൺസ്ക്രീൻ അടിപൊളിയാണ്. എനിക്കിത് വർത്ത് ആയിട്ട് തോന്നിയിട്ടുണ്ട്. നല്ല എന്താ പറയുക, പ്രൈസ് ഒക്കെ ഉണ്ട്, റേറ്റ് ഒക്കെ അത്യാവശ്യം ഉണ്ട്. എന്താ പറയുക, 450 രൂപയാണ്. അഫോർഡബിൾ ആണെന്ന് വെച്ചാൽ എന്നെ സംബന്ധിച്ചോളം എനിക്ക് അത്ര വലിയ അഫോർഡബിൾ അല്ലായിരുന്നു. എന്നാലും കയ്യും കാലം പിടിച്ച് ഞാൻ വീട്ടിൽ പറഞ്ഞ് എനിക്ക് വാങ്ങിച്ച് അരിയിപ്പിച്ച് ഞാൻ. അല്ല പിന്നെ നമ്മളോട് കളി. ഓക്കെ, പിന്നെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടോണറാണ്. ഞാൻ ടോണറായിട്ട് റോസ് വാട്ടറാണ് കേട്ടോ കേസ് യൂസ് ചെയ്യുന്നത്. റോസ് വാട്ടർ എന്താ പറയുക, പൊതുവെ നല്ലതാണല്ലോ. നമ്മുടെ എല്ലാവരുടെയും വെച്ച് നോക്കുമ്പോൾ ആദ്യത്തെ ടോണർ എന്നൊക്കെ പറയുമ്പോൾ റോസ് വാട്ടർ ആയിരിക്കും. ഫോർ മീ ഇറ്റ്സ് എന്താ പറയുക, ഫസ്റ്റ് ആയിട്ട് ഞാൻ യൂസ് ചെയ്തിട്ടുള്ള ഒരു ടോണറാണ് എന്താ റോസ് വാട്ടർ. ഇതിന് മുന്നേ കണ്ടു, ഇതൊക്കെ ഞാൻ വാങ്ങിച്ച് കാലിയാക്കിയിട്ടുള്ള ബോട്ടിൽസ് ആണ്. ഇത് കുറച്ചുകൂടെ ബാക്കിയുണ്ട്. ഇത് ഞാൻ എന്നാമോ യൂസ് ആക്കിയിട്ടില്ല. എന്താ പറയുക, ഇതാണ് ഞാൻ യൂസ് ചെയ്യുന്ന ടോണർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. നെക്സ്റ്റ് വന്നിട്ട് ഓക്കെ, ഒരു ലിപ് ബാം മസ്റ്റ് ആണ് ഗൈസ്. എന്താണെന്ന് വെച്ചാൽ ഈ വിന്റർ സീസൺ ഒക്കെ വരുമ്പോൾ, ഇത് വിന്റർ അല്ല എന്നാലും ഞാൻ പറയാം, വിന്റർ സീസൺ ഒക്കെ വരുമ്പോൾ നമ്മുടെ സ്കിന്ന് മീൻസ് ലിപ്പ് വല്ലാണ്ട് ഡ്രൈ ആകും. ആ ടൈമിൽ നമുക്ക് എന്തായാലും സ്കിപ്പ് ചെയ്യാൻ പറ്റാത്ത സംഭവമാണ് ലിപ് ബാം. അങ്ങനെ ലിപ് ബാമാണ് ഇത്. ഡിഷിൽസ് എന്ന് പറഞ്ഞൊരു ബ്രാൻഡിന്റെ ലിപ് ബാമാണ്. സ്ട്രോബെറി ഷൈൻ കെയറിംഗ് ലിപ് ബാം, കെയർസ് ആൻഡ് ഡിലൈറ്റ്സ് ഒക്കെ എഴുതിയിട്ടുണ്ട്. എന്താ പറയുക, കുഴപ്പമില്ല. ജസ്റ്റ് മോയ്സ്ചർ ആക്കി വെക്കും. എന്താ പറയുക, പിഗ്മെന്റഡ് ഒന്നുമല്ല, ജസ്റ്റ് മോയ്സ്ചർ ആക്കി വെക്കും, അത്രേ ഉള്ളൂ. അല്ലാണ്ട് ഇത് യൂസ് ചെയ്താൽ പിഗ്മെന്റേഷൻ കാര്യങ്ങളൊന്നും മാറത്തൊന്നുമില്ല, അത്രേ ഉള്ളൂ.
അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗൈസ് നമ്മുടെ സ്കിൻ കെയർ പ്രൊഡക്ട്സ് ഒക്കെ എന്താ പറയുക ഇതൊക്കെ ബേസിക് ആയിട്ടുള്ള കാര്യമാണ്. ഇത് ഡെയിലി നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ സ്കിന്നിന് അത്രയും യൂസ്ഫുൾ ആണ്. സോ പോകെ പോകെ നമുക്ക് ഓരോരോ വീഡിയോസിലൂടെ കൂടുതൽ പരിചയപ്പെടാം. അപ്പം എല്ലാവരും എന്താ പറയുക സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, അത്രയൊക്കെ എനിക്ക് പറയാനുള്ളൂ. ഓക്കെ അപ്പോൾ ബൈ.